9:30 മണിയായി. ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കസാരയിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് പേടിയാവാണ്ടെങ്കിലും ഇരിക്കാറ്. എന്താ ഈ നിലക്കൊക്കെ ഉദ്യോഗസ്ഥരായ ചെയ്യാൻ കണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ലീപ്പർ ഉണ്ട് ഇവിടെ. 9:30 ആകുമ്പോൾ വന്നിട്ട് അങ്ങോട്ട് അടിച്ചു തൂത്തിട്ട് ഓൻ്റെ പണി നോക്കി പോകും. പിന്നെ 2 തടിയന്മാരാണുള്ളത്. അവർ വന്നെങ്കിൽ വന്നില്ലെങ്കില്ല. ആ ജാതി ആൾക്കാരാ അവർ. എന്തിനിപ്പോൾ ഞാൻ തന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞേ 10-11 മണിക്ക് തന്നെ ഞാനും പറഞ്ഞോളൂ. ഇനി നാളെ മുതൽ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഒരാൾ വിചാരിച്ചപ്പോൾ ഈ ഓഫീസ് വന്നാവോ? എന്നിട്ട് വിശാലാക്ഷി എന്താ പറഞ്ഞു? വിശാലാക്ഷി എന്തോന്ന് പറയാൻ, ഉത്തരം മുട്ടി ഒരൊറ്റ ഇരിപ്പാണ്. ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നെ കണ്ടതും ദേവി ചേച്ചി ഒരൊറ്റ നിലവിളി. ദേവി ചേച്ചിയുടെ വിളി കേട്ട് നീ ഞെട്ടിയില്ലേ? ദേവി ചേച്ചിയുടെ നിലവിളിയൊക്കെ ഒരുപാട് കേട്ടതാണ്. ആ ദേവിക്ക് ചേച്ചിയുടെ നിലവിളി കേട്ടുങ്ങൾ ഞെട്ടിയാലും ശരി ഞെട്ടില്ലെങ്കിലും ശരി, എന്റെ നിലവിളി കേട്ടിട്ട് നിങ്ങളൊന്ന് ഞെട്ട്. അത് കോയസാറ് നിലവിളിക്ക് അപ്പോഴേ ഞങ്ങൾ ഞെട്ടാം. എടോ സമയം എത്രയായി നിങ്ങളുടെ വിചാരം? ആ വിചാരം റെയിൽവേക്കാർക്കും വേണം. പറവൂര് 40 മിനിറ്റാണ് ട്രെയിൻ പിടിച്ചിട്ടത്. ലോലിത 40-45? 45. അതെ, ഇതൊക്കെ സർവീസ് റൂളിന് എതിരാണ്. ഏത് ട്രെയിൻ പിടിച്ചിരുന്നതാ? അല്ല, ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓഫീസിൽ വരാൻ വൈകണത്. സർക്കാർ ജീവനക്കാർ ഓഫീസിന്റെ 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കണമെന്നും മേലാധികാരിയുടെ ഉത്തരവില്ലാണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിട്ടു പോരുതെന്നാണ് സർവീസ് റൂള്. അങ്ങനെയാണെങ്കിൽ കോയസാർ ഒരു കാര്യം ചെയ്യും, ഈ ഓഫീസിന്റെ ഒരു 8 കിലോമീറ്റർ ചുറ്റളവില് ഞങ്ങൾക്ക് വാടക ഒരു വീടെടുക്കുക. വീടെടുത്തെന്നാൽ മാത്രം പോരാ, അത് സർക്കാർ തരുന്ന വാടക പദ്ധതിയായ 1080 രൂപയ്ക്ക് കിട്ടുക വേണം. പിന്നെ അനക്കൊക്കെ വാടക വീട് എടുത്തല്ലേ ലെക്ക് പണി. ലോലിത പറഞ്ഞു വരികയാണെങ്കിൽ കോയസാറും സർവീസ് റൂളിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അല്ല, സാറിന്റെ വീട് ഈ ഓഫീസിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലല്ലേ? സാറിന്റെ ഉമ്മ വിളിച്ചപ്പോ ഞങ്ങൾ അങ്ങ് അതുവഴി വന്നല്ലേ. നിങ്ങളോട് ഈ ഹൈവേ വഴി വരാൻ ആരാണ് പറഞ്ഞത്? ആ ഷോർട്ട് കട്ട് വഴി വന്നാൽ 7-7.5 കിലോമീറ്റർ ഉള്ളു എന്റെ വീട്ടിലേക്ക്. വാപ്പ മരിക്കുമ്പോ ഞങ്ങൾ ആ വഴി വരും. വാപ്പൊക്കെ മരിച്ചിട്ട് 10-17 കൊല്ലായി. 17 കൊല്ലം എന്നൊക്കെ പറഞ്ഞ ഒരു കൊല്ലം വന്നാ സാറേ? ആര് പറഞ്ഞു 17 കൊല്ലം എന്നൊരു കൊല്ലമല്ലാന്ന്? 2 കൊല്ലം ഞാൻ കഴിയാൻ പെട്ട പാടെന്താന്ന് എനിക്കേ അറിയൂ. അതെ, പെൻഷൻ പറ്റിയിട്ട് 2 കൊല്ലമായി. ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ആളുകളുടെ നിന്ന് കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. മന്മതാ, കോയ സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. മന്മതാ, ആ കഴിഞ്ഞ മാസത്തെ പ്രോഗ്രസ് സ്റ്റേറ്റ്മെന്റ് എന്തായി? സാർ അത് 2 ദിവസങ്ങളിൽ ശരിയാവും. ലോലിത, ഏയ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 2 വൈറ്റ് പേപ്പർ. എങ്ങനെയുണ്ട് തന്റെ തലവേദനയൊക്കെ? അല്ല, മൈഗ്രെയിൻ. അത് വന്നും പോയൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. മന്മഥന്റെ തലവേദന പോലെയാ എന്റെ വരവും പോക്കും. വരിക പോവാ. അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ മന്മഥ, 2 കൊല്ലമായി പെൻഷൻ പറ്റിയിട്ട് ഇതുവരെ പെൻഷൻ കാശ് കിട്ടിയിട്ടില്ല. PF സറണ്ടറൊക്കെ ആയിട്ട് 4-5 ലക്ഷം ഉറുപ്പിക ഇട്ടില്ലേ? ഒക്കെ തീർന്നോ? 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ കടം തന്നെ തീർന്നിട്ടില്ല കോയ സാറേ. പിന്നെ അതിന്റെ പുറമേണ് പലചരക്ക്, പാല്, മരുന്ന്. ഇതിനൊക്കെ പാടെ കൂട്ടിയാൽ ഇപ്പൊ ഏകദേശം ഒരു 1.5 ലക്ഷം ഉറുപ്പിക കടമായിട്ടുണ്ടാവും. അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ആ പെൻഷന്റെ പേപ്പർ എല്ലാം കൂടെ അതൊന്ന് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം വേഗം. ഏയ് കോയ സാറേ, ഒന്ന് വേഗം അയച്ചു കൊടുക്കണം പറയാ. അതിനിപ്പോ NLC ഇട്ടാ ഞങ്ങൾ എന്ത് ചെയ്യും? സത്യശീല സാറേ, നിങ്ങൾ ഈ പെൻഷൻ പറ്റുന്നതിന്റെ 3 വർഷം മുമ്പ് ഏതൊക്കെ ഓഫീസിലാണ് ജോലി ചെയ്തതെന്നും അവിടെ വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ അറിയണോ? അതായത് ഈ NLC സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടണോ? അവസാനം ഇവിടെ ജോലി ചെയ്ത് നിങ്ങള്. അതെ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നിട്ട് നിങ്ങൾക്ക് അത് വേണം ഇത് വേണം പറഞ്ഞ് എങ്ങനെ എടുത്ത് തരുന്നത്? സാറേ, മൂവാറ്റുപുഴ ഓഫീസിൽ നിന്ന് NLC വന്നിട്ടില്ല. അത് വരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മന്മഥ സാറേ, ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒരു കത്ത് അയച്ചിട്ട് അത് ആവശ്യപ്പെടണ്ടേ? അല്ലാതെ ഞാൻ പെൻഷൻ പറ്റിയ കാര്യം എങ്ങനെ അവരറിയും? കത്ത് അയച്ചിട്ടുണ്ട്. എന്തോ? ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതെ, അത് 1.5 കൊല്ലം മുമ്പല്ലേ. ഒരു റിമൈൻഡർ കൂടി അയച്ചിട്ടില്ലല്ലോ. അതിന് സമയം കിട്ടണ്ടേ? ഇവിടെ അർജന്റ് ഫയൽസ് പോലും നോക്കി ഇവിടെ സമയം കിട്ടാനില്ല. ഇതും അർജന്റാണ്. നമുക്ക് 5 പൈസ ഇല്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പെൻഷൻ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടും. കടം വാങ്ങി മുടിഞ്ഞു കേട്ടോ. എഴുതാ സാർ ഇവിടെ നിന്ന് ബഹളം വെക്കാതെ ആ മൂവാറ്റുപുഴ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക NLC എന്താ വൈകുന്നതെന്ന്. അതുവരെ യാത്ര ചെയ്യാനൊന്നും വയ്യ മന്മഥ. ആ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള റോഡ് തനിക്ക് അറിയാൻ പാടില്ല? എനിക്കറിയില്ല. അതൊക്കെ ആകെ കുണ്ടും കുടിയായിട്ട് കിടക്കുകയാണ്. ഞാൻ അതുവരെ യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ ഈ പെൻഷൻ വാങ്ങിക്കാൻ ഞാനുണ്ടാവില്ല. ഞാനും നിങ്ങളുടെ കൂടെ ജോലി ചെയ്തൊരു ജീവനക്കാരനല്ലേ. നിങ്ങളൊരു മര്യാദ കാണിക്ക്. ഇതൊക്കെ കേട്ടതൊന്നും ഞങ്ങൾ എന്തോ മര്യാദയോട് കാണിച്ചെന്ന്. സാർ എന്ത് വർത്താനേ പറയുന്നത്? ശരി ലോലിത, ഞാൻ ആ അർത്ഥത്തിലൊന്നും പറഞ്ഞല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു ഓഫീസിൽ വന്നിട്ട് ജാതി വർത്താനം പറയും ആൾക്കാർ. എന്താ ഈ പറയണത് കോയ സാറേ? നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ആ ഉദ്ദേശത്തിലേ പറഞ്ഞതല്ല.
ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടുന്ന് റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? സത്യശീലൻ ആനയാണ്, ചേനയാണ്, കുതിരയാണ്. സത്യശീലനെ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരാൾ ഓഫീസുകളിൽ കാണാൻ പറ്റില്ല. അദ്ദേഹം എപ്പോൾ ഓഫീസിൽ വന്നാലും അദ്ദേഹത്തെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ. അതൊക്കെ ഒരു ചടങ്ങാണ്. അതൊക്കെ ആര് പെൻഷനായിരുന്നാലും പറയുന്ന വാക്കാണ്. ആനയാണ് ചേനയാണെന്നൊക്കെ. അല്ലാണ്ട് പിന്നെ ഒരാളിനെ കുറിച്ച് പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ പറയാൻ പറ്റുമോ?